കോണ്ടാക്ട്സിലെയും അടുത്ത ബന്ധുക്കളെന്ന് തോന്നുന്നവർക്ക് കടം വാങ്ങിയതിനെ കുറിച്ചുള്ള മെസ്സേജുകളും ഭീഷണികളും അയക്കുക. ഗ്യാലറിയിൽ നിന്ന് എടുത്ത ചിത്രങ്ങൾ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നഗ്ന ചിത്രങ്ങളാക്കി എല്ലാവർക്കും അയച്ചു കൊടുക്കുക. അങ്ങനെ പല കാര്യങ്ങളും അവർ ചെയ്യും. ഇതെന്താ രാവിലെ ലാപ്ടോപ്പിൽ? ജോർജ് സാറ് വിളിച്ചിരുന്നു. ലോൺ കൊടുക്കുന്ന ആപ്പുകള് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതിൽ നിന്ന് ലോൺ എടുക്കുന്ന പലരും ആത്മഹത്യ ചെയ്യുന്നു എന്നൊക്കെ സാർ പറഞ്ഞു. അതിന്റെ ഒരു അന്വേഷണം നമ്മളോട് നടത്താൻ പറഞ്ഞു. ഡീറ്റെയിൽസ് സാർ മെയിൽ ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞു. ഇതൊരു വൈറസ് പോലെ പടർന്നു പിടിക്കുകയാണല്ലോ. പണത്തിന് ബുദ്ധിമുട്ട് വന്ന ആളുകൾക്ക് ഏറ്റവും ഈസിയായി പണം കിട്ടാനുള്ള വഴിയാ ലോൺ ആപ്പുകൾ. കൃത്യസമയത്ത് ലോൺ തിരിച്ചടച്ചില്ലെങ്കിൽ അത് തിരികെ വാങ്ങാൻ അവരെന്ത് മോശപ്പെട്ട വഴി സെലക്ട് ചെയ്യാൻ മടിക്കില്ല. അതെ, നമുക്ക് എന്തായാലും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് അന്വേഷിക്കണം. അശ്വി ഒന്ന് വിളിച്ചു നോക്കിയാലോ? ഹലോ അഞ്ജു. അഷി, എന്തൊക്കെയുണ്ട് വിശേഷം? ഓ, എങ്ങനെയൊക്കെ പോകുന്നു അഞ്ജു. അഷി, എനിക്കൊരു ഹെൽപ്പ് ചെയ്യൂ. എന്താ അഞ്ജു? അത്യാവശ്യമായിട്ട് എനിക്ക് കുറച്ച് പൈസ വേണം. പൈസയോ? അതെ. എത്രയും നിനക്ക് വേണ്ടേ? ഒരു 60K. അല്ലെങ്കിൽ ഒരു 50,000 മതി. അയ്യോ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പാർട്ടി നടത്തി എന്റെ കയ്യിലെ കാശെല്ലാം തീർന്നിരിക്കുക. ഈ സമയത്ത് പൃഥ്വിയോട് ചോദിച്ചാ അതൊക്കെ സീനാവും. തൽക്കാലം നീ എവിടെന്നെങ്കിലും മറിക്കാൻ നോക്ക്. അതല്ല, നിനക്കെന്തിനാ ഇപ്പൊ ഇത്രയും കാശ്? അല്ല, അതൊക്കെ ഞാൻ പറയാം, പിന്നെ വിളിക്കാം. എന്നാൽ ഇവക്കെന്തിനാ ഇപ്പൊ ഇത്രയും കാശ്? അത് എന്നെ വിളിച്ച് ചോദിക്കുന്ന എന്തിനാ? രാജ്യത്തുടനീളം മൊബൈൽ ഫോണുകൾ വഴി ലോണുകൾ നൽകുന്ന ആപ്പുകൾ ഉപയോഗിച്ച് സാധാരണക്കാർ കടക്കണികളിൽ പെടുകയും ആത്മഹത്യ ചെയ്യുകയും പല കുടുംബങ്ങളും നശിക്കുന്നതായും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഒരു അന്വേഷണം വേണമെന്ന് ജോർജ് സാർ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുക. നമ്മൾ വിചാരിക്കുന്നാലും വലിയൊരു മാഫിയയാണ് ഓൺലൈൻ ആപ്പുകൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത്. പണത്തിനാവശ്യം വരുന്ന സാധാരണക്കാരായ ആളുകളെയാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ യാതൊരു രേഖകളും ഇല്ലാതെ മിനിറ്റുകൾക്കുള്ളിൽ ലോൺ തരാമെന്ന് പറഞ്ഞ് ഇവർ ആളുകളെ ആകർഷിക്കും. ആ കെണിയിൽ വീണ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതോടെ എല്ലാം തീർന്നു. അതെ, ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഫോണിലെ കോണ്ടാക്ട്സും ഗാലറിയിലെ ഫോട്ടോസും തുടങ്ങി സർവ്വ ഡീറ്റെയിൽസും അവർക്ക് കിട്ടും. ആവശ്യപ്പെടുന്ന പണം അക്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ ചെറിയൊരു കാലാവധിക്കുള്ളിൽ 5 ദിവസമോ 7 ദിവസത്തിനുള്ളിലോ അവർ പണം തിരിച്ചടയ്ക്കാൻ ആവശ്യപ്പെടും. ഇനി തിരിച്ചടയ്ക്കാൻ സാധിച്ചില്ലെങ്കിൽ പലിശയും കൂട്ടുപലിശയും ചേർത്ത് വലിയൊരു തുക ആവശ്യപ്പെടാൻ തുടങ്ങും. ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ സാധാരണക്കാർക്ക് ആ പണം തിരിച്ചടയ്ക്കാൻ പറ്റാതെ വരുമ്പോൾ യവന്മാരുടെ യഥാർത്ഥ മുഖം പുറത്തു വരും, അല്ലേ? അതെ, തിരിച്ചടയ്ക്കാൻ പറ്റാതെ വരുമ്പോ ഇവരാദ്യം ഫോണിലേക്ക് വിളിച്ച അസഭ്യം പറയും. അതിനുശേഷമാണ് ക്രൂരമായ ഘട്ടത്തിലേക്ക് കടക്കുന്നത്. കോണ്ടാക്ട്സിലെയും അടുത്ത ബന്ധുക്കളെന്ന് തോന്നുന്നവർക്ക് കടം വാങ്ങിയതിനെ കുറിച്ചുള്ള മെസ്സേജുകളും ഭീഷണികളും അയക്കുക. ഗ്യാലറിയിൽ നിന്ന് എടുത്ത ചിത്രങ്ങൾ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നഗ്ന ചിത്രങ്ങളാക്കി എല്ലാവർക്കും അയച്ചു കൊടുക്കുക. അങ്ങനെ പല കാര്യങ്ങളും അവർ ചെയ്യും. ഇത്തരം ഭീഷണികളിൽപ്പെട്ട് ഒരുപാട് പേര് മരണപ്പെടുന്നുണ്ട്. അതിൽ ഭൂരിഭാഗവും യുവാക്കളും പെൺകുട്ടികളുമാണ്. ഇത്തരം പലരും ഇതൊന്നും പുറത്തു പറയില്ല. അതവർക്ക് വളവുന്നത്.
ഈ നെറ്റ്വർക്കിന്റെ വേരുകൾ എവിടെയാണെന്ന് കണ്ടെത്തി അവരെ നമ്മൾ തകർക്കണം. എത്രയായി? 100 രൂപ. ആയിട്ടുണ്ടേ. ആ ഇത് നോക്കിയാ മതി. ഷോ, അഖിൽ എടുക്കുന്നില്ലല്ലോ. ശ്ശേ. വനദേവതമാരെ നിങ്ങളുമുണ്ടോ കണ്ടു? വനജേക്ഷണയായ സീതയെ സത്യം ചൊൽവിൻ. ഈ 5 ഇതുവരെ വന്നില്ലേ? ഇല്ല. ഇവരിത് എവിടെ പോയി കിടക്കുക? കർക്കിട മാസല്ലേ, മഴയും ഇടിയൊക്കെയാ. നേരത്തെ വീട്ടിൽ വന്നൂടെ? ദുർഗ ഇവിടെ പാതിരാത്രിയിലും ചില ദിവസങ്ങളിൽ പിറ്റേ ദിവസം ഇവിടെ വന്നോണ്ടിരുന്നപ്പോ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. അത് ദുർഗയല്ലേ നാത്തൂനെ, അവക്ക് എന്തോ ആവാം. അതുപോലെയാണോ എന്റെ മോള്? ഞങ്ങക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ, അപ്പൊ എന്തും പറയാലോ. എനിക്ക് എന്റെ കൊച്ചുമക്കളെല്ലാം ഒരുപോലെയാ. അതുകൊണ്ട് തന്നെയാ ഞാൻ അഞ്ജുനെ തിരക്കിയത്. ഇതൊന്നും ഇവർക്ക് മനസ്സിലാവില്ല അമ്മേ. എന്തിനും കുറ്റം മാത്രമല്ലേ ഇവര് കാണുള്ളൂ. കുറ്റം പറഞ്ഞാൽ അതിനെ കുറ്റമായിട്ട് തന്നെ കാണാൻ പറ്റൂ. ഓ, അതെ, പിന്നെ അമ്മയ്ക്ക് കൊച്ചുമക്കളെല്ലാം ഒരുപോലെയാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സമ്മതിക്കില്ല. ഓ, ദുർഗയെ അമ്മയ്ക്ക് കണ്ണടച്ച് വിശ്വാസമായിരുന്നല്ലോ, അതല്ലേ അവള് ചതിച്ചത്. ദുർഗ കല്യാണം കഴിച്ച് കുടുംബമായിട്ട് ജീവിക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. എപ്പോഴും നിങ്ങൾക്ക് കുറ്റം പറയാനായിട്ട് ആ കുറ്റം മാത്രമല്ലേ ഉള്ളൂ? അമ്മ ഇവരെ തടയണ്ട. അവരുടെ സമാധാനത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരിക്കട്ടെ. 5 വരേണ്ട സമയമായല്ലോ, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ അവളെ. അത് തന്നെയല്ലേ ഗിരിജയെ ഞാനും പറഞ്ഞത്. നീ കുറ്റം പറഞ്ഞ് നിൽക്കാതെ അവളെ ഒന്ന് വിളിച്ചു നോക്ക്. അതേ ഗിരിജെ, ഒന്ന് വിളിക്ക്. ഇനിയും വണ്ടി കിട്ടാതെ വഴിയിലെങ്ങാനും പെട്ട് നിൽക്കാണെന്ന് അറിയില്ലല്ലോ. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ.